ഫലപ്രദമായി പരിഹാരം കണ്ടെത്തുവാൻ കഴിവുള്ള സ്വർണം കണ്ടെടുക്കുവാൻ കേവലം യാദൃശ്യമല്ല, അവർ പാലിനെ അനുഭവിക്കുവാൻ നമ്മുടെ തിരിച്ചറികളെ മണ്ഡപടം സ്വർണം കണ്ടെടുക്കുവാൻ സ്ത്രീ പ്രവേശനം എന്ന മറവിൽ സ്ത്രീകളായ സ്ത്രീകളെ പോലീസിന്റെ മത്സരിക്കുന്ന അനീഷിനെയും പാലിയൂർ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന പ്രതിജ്ഞയെയും വിജയ സോപാനത്തിലേക്കായി സാക്ഷരത നേടിയ കേരളത്തിന്റെ അവസ്ഥയാണ് നിങ്ങളത് കണ്ടോ. അതായത് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട റോഡില് പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ എല്ലാ വണ്ടികളും ബ്ലോക്ക് ചെയ്തിട്ടിട്ട് നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസം ഉണ്ടെന്ന് സ്വയം അഹങ്കാരിക്കും വളരെ ടോപ്പിലാണെന്ന് നമ്മൾ പറയുകയും ചെയ്യുന്ന നാട്ടില് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയിട്ട് ഇലക്ഷൻ സമയത്ത് എല്ലാ പാർട്ടിക്കാരുണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ പാർട്ടിക്കാര് റോഡ് ബ്ലോക്ക് ചെയ്ത് കാണിക്കണ ഈ അട്ടഹാസം നമ്മുടെ സുപ്രീം കോടതി എന്താണോ, ഹൈക്കോടതി എന്താണോ, എന്താ പറയണ നമ്മുടെ മുനിസിപ്പൽ കോടതികൾ, സാധാ കോടതികൾ എന്താണോ, എന്ത് നിയമമാണ് ഇവിടെ ഉള്ളത്? ഇത് എന്ത് നിയമമാണ്? റോഡ് മൊത്തവും ഫുൾ ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് റോഡ് ബ്ലോക്കായ ഹോൺ അടിച്ച് കൊല്ലും. ഹോൺ അടിച്ചാൽ നമ്മളൊന്ന് കേരളം തിരിച്ച് ഉടക്കും. അങ്ങനെയുള്ള നാട്ടില് ഇത്രയും എഡ്യൂക്കേഷൻ നേടി കേരളത്തിൽ, ഇത് ഞാൻ പറയുന്ന ആന്ധ്രയും കർണാടകയും ഉത്തർപ്രദേശും പഞ്ചാബും ഒന്നും അല്ല, ഇത് നമ്മുടെ കേരളത്തിൽ എൻ്റെ നാട്ടിൽ ഞാൻ ഇപ്പോൾ നടന്നു പോയപ്പോൾ കാണുകയാണ്. ഞാൻ എൻ്റെ ബൈക്ക് വളരെ ദൂരം ഒതുക്കി വെച്ചിട്ട് നടന്നു വരികയായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ചെയ്തോട്ടെ, പക്ഷെ അതിത്തിരി എവിടെയെങ്കിലും വണ്ടി വിട്ടിട്ട് ചെയ്തോടെ. എന്തിനാണ് ഈ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യണത്? നിയമം കംപ്ലീറ്റ് തെറ്റിച്ചിട്ട് എല്ലാ പാർട്ടിക്കാരും നോക്കി, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, എല്ലാവരുടെ കൊടിയും നടുക്കൊണ്ട് മെയിൻ ജംഗ്ഷനിൽ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യണ പരിപാടിയാണ്. ഇവിടെ എന്താണ് നിയമമുള്ളത്? ഇവരാണോ നമ്മളെ ഭരിക്കുന്നത്? ഇവരാണോ നിയമം നമ്മളെ പരിപാലിക്കുന്നത്? ഈ നിയമപരിപാലനം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങളെ നോക്കൂ, 100% സാക്ഷരത, 60-70% പേര് SSLC പഠിച്ചവർ, 40%-ത്തിലധികം പേര് PG ഉള്ളവർ, 50% മുകളിൽ ഡിഗ്രി ഹോൾഡേഴ്സ് ഉള്ളത്, പിന്നെ ലക്ഷക്കണക്കിന് അഡ്വക്കേറ്റുമാരുള്ള നാട്. അപ്പൊ എന്താണ് നിയമം? എനിക്ക് മനസ്സിലാവാത്തതാണ്. ഈ നിയമം ആരാണ് പരിപാലിക്കേണ്ടത്? നമ്മളെപ്പോലെ സാധാരണ അന്നത്തേക്ക് ജീവിതം കെട്ടിപ്പടുത്തിട്ട് ജീവിക്കേണ്ടവരാണോ, അതോ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണ കോടതികളും നിയമവ്യവസ്ഥകളും നമ്മളെ അധികാരത്തിൽ? ഇവരല്ലേ ജയിച്ചു വരണത്? ഇവരല്ലേ ജയിച്ച് നമ്മൾ അധികാരത്തിൽ വരണത്? ഇവര് ജയിച്ച അധികാരത്തിൽ വന്ന് എന്ത് നിയമം നടപ്പിലാക്കാനാണ്? ഏത് പാർട്ടി ആവട്ടെ. എന്നിട്ട് ഇവിടെ ഭയങ്കര പോസിറ്റീവായിട്ടാണല്ലോ പറയുന്നത്. നമുക്ക് ഭയങ്കര വിദ്യാഭ്യാസമുണ്ട്, നമ്മൾ എല്ലാ പ്രോട്ടോക്കോൾ അനുസരിക്കും, നമ്മൾ സാമൂഹികപരമായ എല്ലാ നിയമങ്ങളും നടപ്പിലാക്കും. ആ നടപ്പിലാക്കുന്ന നാട്ടിലാണോ ഈ കാണിക്കണത്? നിങ്ങൾ പ്രേക്ഷകർക്ക് കണ്ടുപോയിക്ക്. റോഡ് ഫുള്ള് ബ്ലോക്കാ, ഒറ്റ വണ്ടി വിടില്ല. നോക്കിക്കേ, റോഡ് ജസ്റ്റ് ഒന്ന് ബ്ലോക്കായ കോടതി കേസാണ്. ഇതിലിപ്പോ ആരെ പേരിലാണ് കേസ് ഫയൽ ചെയ്യണത്? ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ പേരിൽ കേസ് പ്രോട്ടോകോൾ പ്രകാരം കേസെടുക്കും.
നമ്മളൊരു ബോർഡ് ജസ്റ്റ് ഒന്ന് റോഡിന്റെ ഫ്രണ്ടിലോട്ട് തള്ളി വെച്ച് നോക്കിയേ, അപ്പോൾ എടുത്ത് കീറി ദൂരേറി. ഉടനെ വരും പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആള് ഫൈൻ അടിപ്പിക്കാൻ. ആ സ്ഥലത്താണ് നമ്മളെ ഇന്ത്യയുടെ പീനൽ കോഡ് റൂളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഏറ്റവും എഡ്യൂക്കേഷൻ ഉള്ള നമ്മുടെ നാട്ടില് നടക്കുന്ന പരിപാടി റോഡ് ബ്ലോക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞ അതാണ്, ചെയ്തോട്ടെ, അതാ വണ്ടി വിടൂ. എന്തിനാണ് ഒരു സൈക്കിൾ പോലും വിടാതെ ഈ വൃത്തികേട് കാണിക്കുന്നത്? ഇതിനെ വൃത്തികേടെന്നല്ലേ പറയേണ്ടത്? ഞാൻ ഈ നാട്ടുകാരനാണ്, ഞാൻ ഈ നാട്ടിലുള്ള ആളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഞാൻ എതിരല്ല, ഒന്നിനും എതിരല്ല. പക്ഷെ അത് ചെയ്യേണ്ട നിയമം എന്താണ് പരിപാലിക്കുന്നത്? എന്ത് നിയമം? പ്രേക്ഷകര് പറയും എന്താണ് താൻ നോക്കിയേ? ഇതാ നോക്കിയേ, ഒന്നോ രണ്ടോ പോലീസുകാർ വിട്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്യാനാണ്? ഇവരല്ലേ നമ്മളെ ഭരിക്കണത്. ഇതിൽ ഏത് പാർട്ടി വരട്ടെ, ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയല്ലേ ഇനിയിപ്പോൾ ഇലക്ഷൻ ജയിച്ചു വരണത്? പഞ്ചായത്തിലായാലും സ്റ്റേറ്റിലായാലും കേന്ദ്രത്തിലായാലും ഇതിലേതെങ്കിലും ഒരു പാർട്ടിയല്ലേ വരുള്ളൂ. പക്ഷെ നാടിന്റെ അവസ്ഥ എന്താണ് പ്രേക്ഷകരെ? നിങ്ങൾ നോക്കൂ, ഈ നിസ്സാരം റോഡ് പോലും ബ്ലോക്ക് ചെയ്യാതെ ഒരു ജാഥ നടത്താൻ കഴിയാത്തവര് നമ്മള് വോട്ട് ചെയ്ത് ഇവർ അധികാരത്തിൽ വന്ന് നമ്മളെ ഭരിച്ച എങ്ങനെയിരിക്കും? ആരോ വോട്ട്? പിന്നെ നമ്മളൊരു ചെറിയ കുറ്റം ചെയ്താൽ വലിയ ഫൈനാണ് പറഞ്ഞത്. ആ സ്ഥലത്ത് പ്രോട്ടോകോൾ എല്ലാം തെറ്റിച്ച് റോഡ് ബ്ലോക്ക് ചെയ്ത് ഇതാ എല്ലാ ആൾക്കാരും നടന്നു പോവുകയാണ് ബസ്സിൽ നിന്ന് ഇറങ്ങി. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരോട്ടോ എന്തോ ആയിട്ടോ നോക്കിക്കേ, എല്ലാ വണ്ടിയും ബ്ലോക്കാണ്. ഇവർക്കെതിരെ കോടതി എന്ത് നടപടിയാണ് എടുക്കുന്നത്? ഇവിടെ ഈ ചുറ്റുതട്ടത്തിന് ലക്ഷക്കണക്കിന് അഡ്വക്കേറ്റുമാരില്ലേ? ഇവരെന്തിനാണ് LLB പഠിച്ചത്? ഇവരെന്തിനാണ് LLM പഠിച്ചത്? ഇതാ നോക്കിയേ, ഒറ്റ വണ്ടി പോകാൻ പറ്റില്ല. ഈ സ്ഥലത്ത് എല്ലാവരും ബ്ലോക്കാണ്. ഇതാ നോക്കിയേ, എല്ലാവരും അവസ്ഥയാണ്. ഇതിനകത്തൊരു ആംബുലൻസ് പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ വോട്ട് ചെയ്ത് നാളെ അധികാരത്തിൽ വരാൻ പോകുന്ന പാർട്ടിക്കാരുടെ തമാശയാണ് ഈ കാണുന്നത്. എന്ത് കോടതി? ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ കോടതി എന്താണ് ചെയ്യുന്നത്? ഇവിടുത്തെ ഹൈക്കോടതി എന്തിന്? ഇവിടുത്തെ സുപ്രീം കോടതി എന്തിന്? ഇവിടുത്തെ സിവിൽ കോടതികൾ എന്തിന്? ഇവിടുത്തെ ക്രിമിനൽ കോടതികൾ എന്തിന്? നമ്മളെ ജനങ്ങൾക്ക് സർവീസ് ചെയ്യാനും ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണോ? ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ബ്ലോക്ക് ചെയ്യാനാണോ? എന്തിനാണ് ഈ കോടതികൾ ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങളെ പോലുള്ള പാവങ്ങളെ പെറ്റിയടിക്കാൻ, വഴിയെ പോണ നമ്മളെ കെട്ടിടക്കാരെ അടച്ചില്ലെന്ന് പറഞ്ഞ് വീട് ജപ്തി ചെയ്യാനോ? എന്തിനാണ്? നോക്കി, ഒറ്റ വണ്ടി പോടില്ല. എത്ര സമയം കൊണ്ട് ബ്ലോക്ക് നോക്കണം. ഒരു സ്കൂട്ടർ പോലും ഇടില്ല. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഞാനിതിൻ്റെയൊക്കെ ഇതുകൊണ്ടാണ് ഞാൻ നമ്മുടെ നിയമവ്യവസ്ഥയെ കുറിച്ച് എനിക്ക് ഒരു പോസിറ്റീവ് അഭിപ്രായം ഇല്ലാത്തത്. എന്താണ് ഇതാ നോക്കിയത്? എല്ലാവരും ഉണ്ട്, എല്ലാവരും വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. സർവ മനുഷ്യരുണ്ട്. എങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാം? നമ്മൾ എന്തിനാണ് ടാക്സ് അടയ്ക്കുന്നത്? എന്തിനാണ് നമ്മൾ നിയമം പഠിക്കുന്നത്? നമ്മൾ എന്തിനാണ് സ്കൂളിൽ വലിയ വിദ്യാഭ്യാസം നേടുന്നത്? എനിക്കറിയില്ല എന്തിനാണെന്ന്. എൻ്റെ കണ്ണിൽ എനിക്കൊരു ഗുണവും ഇന്ന് നാട്ടിൽ കാണില്ല. ഞാൻ ഒരു രീതിയിലും ഞാനിവിടെ ഒന്നും കാണിക്കില്ല. ഒടുക്കത്തെ ടാക്സ്, നിയമങ്ങളെല്ലാം തെറ്റിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ. എന്നിട്ട് നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർ ചെറിയ തെറ്റിന് പോലും കോടതിയിൽ വലിയ ശിക്ഷ, ചെറിയ തെറ്റിന് പോലും നമ്മൾ പ്രോട്ടോകോൾ തെറ്റിച്ചെന്ന് പറഞ്ഞ് വലിയ ഫൈൻ. വണ്ടി ഒന്ന് ഇങ്ങനെ അകത്തോട്ട് പോയാൽ ഉടനെ 10,000 രൂപ ഫൈൻ. വണ്ടിയുടെ ജസ്റ്റ് ഒരു ഇൻഷുറൻസ് അടയ്ക്കാൻ താമസിച്ച 5,000 രൂപ ഫൈൻ. എങ്ങാനും നമ്മൾ പൊല്യൂഷൻ എടുക്കാൻ മറന്നുപോയാൽ അതിന് 1,000 മുതൽ 5,000 രൂപ വരെ ഫൈൻ. എന്താണിത്? ഇതെല്ലാം ചെയ്യണ നാട്ടിലാണ് താൻ നോക്കിയേ. നമ്മളെ ജനത്തിന്റെ എല്ലാ സഞ്ചാരവും ബ്ലോക്ക് ചെയ്തിട്ട് കേരളം മൊത്തമല്ല, ഇന്ത്യ മൊത്തം ഈ പരിപാടി ഉണ്ടാവുമായിരിക്കും. ഞാനൊരു നാട്ടിൽ സ്ഥിരം കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ചോദിക്കണം, നമ്മൾ വിദ്യാഭ്യാസം നേടിയില്ലേ? ഇത്ര എഡ്യൂക്കേഷൻ വന്നില്ലേ? ഇത്രയും രീതിയിൽ നമ്മുടെ കോടതികൾ വർക്ക് ചെയ്യണില്ലേ? നമ്മുടെ അഡ്വക്കേറ്റുമാർ പണിയെടുക്കില്ലേ? എന്ത് പ്രോട്ടോകോള്? ഇവിടെ എവിടെയാണ് പ്രോട്ടോകോള്? നമ്മൾ എന്ത് പ്രോട്ടോകോൾ ആര് ചെയ്യുന്നത്? ഇവരാണ് നാളെ അധികാരത്തിൽ വന്നിട്ട് നമുക്കിട്ട് സർവീസ് തരണവർ. ടാക്സ് പിരിക്കുക, സൂക്ഷിച്ച് ഭരിക്കുക, അങ്ങനെ അങ്ങ് പോവുക, അവരോരോ കാര്യങ്ങൾ കാണുക. ഞാനിതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരെ എതിർക്കുന്നതല്ല. ഞാൻ നമ്മുടെ നാട്ടിലെ ജനത്തിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഈ പരിപാടിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ഞാൻ എതിർക്കുന്നതല്ല. ഇതെന്താണ്? ലോകം കാണട്ടെ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണം ലോകം കാണട്ടെ.
നമ്മുടെ ഭരണാധികാരികളുടെ ഭരണത്തിന്റെ എഫിഷ്യൻസി ലോകം കാണട്ടെ. റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ കാണിക്കുന്ന അട്ടഹാസം എല്ലാ പാർട്ടിക്കാരും നോക്കണേ, എല്ലാവരും ഉണ്ടല്ലോ. ലോകം കാണട്ടെ, ലോകം നന്നായിട്ട് കാണട്ടെ. ഇവരാണോ നമ്മുടെ നാടിനെ ഭരിച്ചെടുക്കുന്നത്? ലോകം ഇന്ത്യ മൊത്തം ഭരിച്ച് നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സാധാരണ ഇത് ഇവരെ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു സ്ഥലത്ത് പോയി ഇത് ചെയ്യും. ഇതൊരു പബ്ലിക് ഏരിയയാണ്, ഇത് പൊതുജനത്തിന്റെ സ്ഥലമാണ്. ആ പൊതുജനത്തിന്റെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആര് ചെയ്താലും അവരെ പിടിച്ച് അകത്താക്കണം, അല്ലെങ്കിൽ കോടതി അതിന്റെ നിയമം എടുത്തിട്ട് അതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം. ഇതിപ്പോ ഇവിടെ ആർക്കാണ് പ്രശ്നം വന്നത്? കുറെ പാർട്ടിക്കാർ കിടന്ന് ചാടനുണ്ട്. ആർക്കാണ് ഇവിടെ ബുദ്ധിമുട്ട്? പാവം ജനം നോക്കി എല്ലാം തിരിച്ചു പോവേ. എല്ലാവർക്കും ചെയ്താൽ മണിക്കൂറുകളാണെങ്കിൽ ഒരു KSRTC ബസ് ഇവിടെ കിടക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വിമാനങ്ങളെല്ലാം ട്രാവൽ ഔട്ട് ആവണുണ്ട്, സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത് നടന്നുകൊണ്ടിരിക്കണമെന്ന് നോക്കിയാൽ നിങ്ങൾ. ഇൻഡിഗോ വിമാനത്തിന്റെ ചാർട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ നിയമം വന്നപ്പോൾ ഫ്ലൈറ്റെല്ലാം താഴെ നിൽക്കുകയാണ്. അപ്പോഴെന്തൊക്കെയാണ് ഇവിടെ മീഡിയ വഴി പുറത്തു വരുന്നത്? പക്ഷെ ഇതിനെതിരെ ആരാണ് ശബ്ദം ഉയർത്തുന്നത്? ഞാൻ പറയണത് ചെയ്തോട്ടെ, പക്ഷെ വണ്ടി വിടണം. വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് ഒരു പരിപാടിക്ക് ഒരിടത്തും അനുവദിക്കാൻ പാടില്ല. ഒരു പരിപാടി, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മതപരമായ കാര്യങ്ങൾക്ക് മറ്റാർക്കും അനുവദിക്കാൻ പാടില്ല. അത് കോടതിക്കേ പറ്റുള്ളൂ. നമ്മളെപ്പോലുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്ന് സംസാരിച്ച് നോക്കിയാൽ വെട്ടിക്കയറി താഴെയിടും. എല്ലാ പാർട്ടിക്കാരും കൂടെ നമ്മളെ വെട്ടിക്കീറി താഴെയിടും, പീസാക്കും. നാളെ നമ്മളെ വീടടക്കം ബ്ലോക്ക് ചെയ്ത് വെച്ചേരും. വേണമെങ്കിൽ ബുൾഡോസർ കൊണ്ടൊന്ന് ഇടിച്ചു ചേർത്തും, അല്ലെങ്കിൽ നമ്മൾ അനങ്ങാൻ പറ്റാതൊക്കെ ഇല്ലാത്ത കേസൊക്കെ തലയിൽ വരും. ഞാൻ പറയുന്നത് ചെയ്യട്ടെ. വണ്ടി ദയവ് ചെയ്ത് ഈ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു പരിപാടിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു മിനിസ്റ്റേഴ്സും കോടതി ചെയ്യരുത്. ആര് ചെയ്താലും പ്രോട്ടോകോൾ തെറ്റിച്ച് വലിയ തെറ്റാണത്. അത് വളരെ തെറ്റാണ്. ഞാൻ നോക്കിയോ, ഞാൻ ഈ ബ്ലോഗ് ചെയ്യാണ്. ഇപ്പോൾ 13 മിനിറ്റായി, 15 മിനിറ്റായിട്ട് ഞാൻ ബ്ലോഗ് തുടങ്ങിയിട്ട് ഈ വണ്ടി ഇവിടെ നനങ്ങുന്നില്ല. ഈ വക കാര്യങ്ങൾ ദയവ് ചെയ്ത് റിക്വസ്റ്റാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, ഹൈക്കോടതി ഇടപെട്ടിട്ട് ഇത് പൂർണ്ണമായിട്ടും നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു ഇന്ത്യയുടെ ഒരു സാധാരണ ഒരു പൗരനെന്നുള്ള നിലയ്ക്ക് ഞാനത് ചാനൽ വഴി ഞാനത് അറിയിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യാണ്. ഇതൊരു റിക്വസ്റ്റാണ്. ഞാനൊരു സാധാരണ പൗരനെന്നുള്ള നിലയ്ക്ക് ഞാൻ ഹൈക്കോടതിയുടെ അടുത്തും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അടുത്തും പുതിയ നിയമം ഉണ്ടാക്കി വന്ന് ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് ഏത് ഇന്ത്യയുടെ പ്രസിഡന്റ് മുതൽ പ്രധാനമന്ത്രി വരെ താഴോട്ട് വന്ന ആരായാലും റോഡ് ബ്ലോക്ക് ചെയ്ത് ഒരു പരിപാടി ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എയർലിഫ്റ്റ് ചെയ്ത് വെക്കോളാം. പിന്നെ അത്യാവശ്യം നമ്മൾ ചില മിനിസ്റ്റേഴ്സിൻ്റെ ഒക്കെ പോകുമ്പോൾ ചെയ്യണം, നമുക്ക് മനസ്സിലാവും ഇതെന്താണെന്ന് നമ്മുടെ നാട്. ഇത് കേരളത്തിനകത്ത് കാണുമ്പോൾ സങ്കടം കൂടും. ഈ കേരളത്തിനകത്ത് കാണുമ്പോൾ എന്തുകൊണ്ട് സങ്കടം തോന്നും? നമുക്ക് അത്രയും എഡ്യൂക്കേഷൻ ഇല്ലേ, നമ്മളത്രയും മുന്നേറിയില്ലേ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും 1-ാം സ്ഥാനത്ത് ഇങ്ങനെ സംസ്ഥാനം എന്നാണല്ലോ പറയുന്നത്. ആ സംസ്ഥാനത്തിൽ നിയമം നടപ്പിലാക്കണുണ്ടോ എന്ന് നോക്കിയേ. ഇതിൽ ആർക്കെതിരെയെങ്കിലും ഒരു പേപ്പർ വർക്കൗട്ട് ചെയ്യുമോ? ഒരു പെറ്റി കേസെങ്കിലും എടുക്കും. ഞാൻ ചോദിക്കണതാണ്, ഒരു പെറ്റി കേസെങ്കിലും. ഞാൻ ഒരു രാഷ്ട്രീയത്തിനും എതിരല്ല. രാഷ്ട്രീയമൊക്കെ നാട്ടിൽ വേണം, എങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഭരണപക്ഷവും പ്രതിപക്ഷവും മറ്റു പാർട്ടികളും എല്ലാം ഉണ്ടാവണം. അതൊന്നും വേണ്ടെന്ന് പറയണില്ല. പക്ഷേ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ഈ ചെയ്യുന്ന പരിപാടി ഇവരാണ് നമ്മളെ ഭരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നടക്കാൻ പോണത്? ആ ഭരണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ജനങ്ങൾക്ക് ഗുണമുണ്ടാവും? ഒരു ഗുണം ഉണ്ടാകാൻ പോണില്ല. കാലമൊക്കെ മാറി എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് 15 മിനിറ്റായി. ഇത് എപ്പോൾ തീരുമെന്ന് എനിക്കറിയില്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. പരമാവധി ഞാനിതാ പ്രേക്ഷകരുടെ മുമ്പ് കാണിക്കുകയാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ ഇതിനകത്ത് എതിർത്തിട്ടില്ല, മറ്റാരുടെയും ഒന്നിനുമല്ല. റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും ദയവ് ചെയ്ത് അനുവദിക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്. പിന്നെ നമ്മുടെ ലക്ഷക്കണക്കിന് അഡ്വക്കേറ്റുമാർ എന്തിനിരിക്കണം എന്ന് പറഞ്ഞില്ല. ഇതിനൊന്നും ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കാൻ പോലും ഇവിടെ ആരുമില്ല. ഇനി ഞങ്ങളെ പോലുള്ളവരിൽ പൈസ ഇല്ല കൊണ്ടു കൊടുക്കാൻ. കാരണം 50-60 രൂപയാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ. പിന്നെ അത് ചുമ്മാ കോടതി കയറി ഇറങ്ങി ലക്ഷക്കണക്കിന് രൂപ വേറെ വേണം. അതിനൊന്നും നമ്മളെ കൊണ്ട് കാര്യം. ഇത് ആംബുലൻസ് പോവുകയാണ്, ബ്ലോക്കഡാണ്. ഇതാ നോക്കിയേ, ഇത് ആംബുലൻസ് പോവുകയാണ്. ഇതാ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇതാണ്ടോ, ആംബുലൻസിന് പോകാൻ പറ്റുന്നില്ല, സംസാരിക്കുകയാണ്. പ്രേക്ഷകർ നോക്കിയത് ആംബുലൻസ് നിൽക്കുകയാണ്. ആംബുലൻസ് കോൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് രോഗിയുണ്ടാണ്. ഇതാണ് ഞാൻ പ്രേക്ഷകർത്തത്. ഇത് തെളിവോടെ കാണിക്കുന്നത്. ഇതെന്താണ് നമ്മളെ നാട്ടിൽ നടക്കണേ? അതുതാ കേരള സർക്കാരിന്റെ ആംബുലൻസ് ആണ്. ആരെ രോഗിയെടുത്ത് പോവുകയാണ്.
ഇത് നോക്കിക്കേ, എന്ത് നിയമവ്യവസ്ഥ ഇത്! നാണക്കേട് കൊണ്ട് തല താഴ്ത്തിപ്പോവുകയാണ്. ഈ വണ്ടിയിൽ എപ്പോഴും കടന്നു പോകാനാണ്. ആ താളുണ്ട്, രോഗിയുണ്ട്. ഞാനതാണ് പറഞ്ഞത്, ചെയ്തോട്ടെ, വണ്ടിയെ വിട്ടിട്ട് ചെയ്യട്ടെ. അതിന്റെ പുറകെ ആൾക്കാർ ചോട് പിടിച്ചു പോകണം, എങ്ങനെയെങ്കിലും കയറിപ്പോവാന്നുള്ള നിലയിൽ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിക്ക് ബഹുമാനപ്പെട്ട നിയമം നിൽക്കരുത്. ഈ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു ജനവും വാഹനം കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു പരിപാടിക്കും ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യരുതെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണ്. നമ്മളെ നാടിന് നാണക്കേടാണ്. ലോകത്ത് മൊത്തം ഞങ്ങളെപ്പോലുള്ളൊരു പുറത്തോട്ടും ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോയി പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നാണം കെട്ട് തല താഴ്ത്തുന്ന പരിപാടിയാണ് ഇപ്പോഴും 2025 ആധുനിക ടെക്നോളജി കംപ്ലീറ്റ് വെച്ച് വോട്ട് പിടിക്കുന്ന കാലത്ത് നടക്കുന്നത്. ടെക്നോളജി കംപ്ലീറ്റ് ഉണ്ട്, മൊബൈലും എല്ലാം ഉണ്ട്. ഇതുവഴിയൊക്കെ ധാരാളം പരസ്യം കൊടുത്ത് വോട്ട് പിടിക്കാം. ആ കാലത്താണ് ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് 50 വർഷത്തിന് പിന്നിലോട്ടുള്ള ഒട്ടും എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു ജനതയുടെ ഒരു അവസ്ഥയിൽ നമ്മളിത് കാണിക്കുന്നത്. ഇതാണ്ടോ, ആംബുലൻസ് പോയിട്ടില്ല, അവിടെ കിടക്കുകയാണ്. ആംബുലൻസ് എന്താ കോളിംഗ് അടിച്ച് കിടക്കുകയാണ്. ഇതിന് ആര് കേസ് ഫയൽ ചെയ്യും? അതാ കിടക്കണേ, ആംബുലൻസ് കിടക്കണേ. ഞാൻ കാണിച്ചത് അതാണ്ടോ, വിടുന്നില്ല വണ്ടി. പോലീസുകാരെ നിസ്സഹായനാണ്. ഒന്ന് നോക്കിക്കേ, പ്രബുദ്ധ കേരളം, എഡ്യൂക്കേഷൻ കൊണ്ട് ടോപ്പിൽ നിങ്ങളുടെ ലോകത്തിന് മാതൃകയായ നാട്. ആരിതിന് തടയിടും? ആരിതിന് തടയിടുതാ? ആംബുലൻസ് ചെയ്യാണ്, പോലീസുകാരെ സംസാരിക്കുകയാണ്. ഞാനിതൊക്കെ പറയുമ്പോഴും വീണ്ടും ഞാൻ ഓർമ്മിക്കുകയാണ്, ഒരു രാഷ്ട്രീയമൊക്കെ ഇവിടെ നമുക്ക് ആവശ്യമാണ്. അതുണ്ടെങ്കിലേ നമ്മുടെ ജനാധിപത്യമൊക്കെ നിന്നു പോവുള്ളൂ. എല്ലാം വേണം. പക്ഷെ ഇത്തരം കാര്യങ്ങളോടുകൂടി ഒരു വിധത്തിലും ഇപ്പോഴത്തെ ആംബുലൻസ് നിന്ന് പോവുകയാണ്. കണ്ടോ, ഇനി അവിടെ പോയിട്ട് അത് നിൽക്കും, തൊട്ട് പുറകെ വാഹനങ്ങൾ. എനിക്കറിയില്ല, ഞാൻ എന്ത് പറയാം. കാണുമ്പോൾ വിഷമമല്ല, നാണക്കേടാണ് തോന്നുന്നത്. നാണക്കേട് കൊണ്ട് തല താഴെയാണ് നമ്മൾ. തലയ്ക്കകത്ത് ബോധമുള്ളവരും പുറത്തുള്ളവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നാടിന് മൊത്തം നാണക്കേടാണ്. ഇത് വേറൊരു സ്റ്റേറ്റ് ആണെങ്കിൽ ഞാൻ ഇത്രയും വിഷമത്തോടെ പറയില്ല. കാണും ആംബുലൻസ് പോണോന്ന് നോക്കുക. ഇത് പ്രൂഫായിട്ട് കിടക്കട്ടെ, ചാനലിലൊക്കെ കിടക്കട്ടെ. എന്നിട്ട് ആംബുലൻസ് വേറെ വഴിക്ക് വിടാൻ കരുതി പറയാ അവിടെ വന്നിട്ട്. ആരെടുക്കും? റോഡിൽ നമ്മൾ സീബ്ര ലൈൻ്റെ അവിടെ അല്പം ഒന്ന് വണ്ടി ഫ്രണ്ടിലോട്ട് കയറി അറിയാതെ പോടുമ്പോൾ ചവിട്ടിപ്പോയാൽ പെറ്റിയടിക്കുന്ന നാടാണ്. അടുത്ത ആംബുലൻസ് പിന്നെ കുഴപ്പമില്ല, അല്ലാതെ കിടക്കണേണ്ട, അതുകൊണ്ട് പോട്ടെന്ന് ചോദിക്കാം. നിങ്ങൾ നോക്കിയേ, ഈ നമ്മൾ ഭരിക്കുന്നവരുടെ മക്കളോ അവരുടെ അവരാരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഇവരെയൊക്കെ ഹെലികോപ്റ്ററിലല്ലേ ചികിത്സിക്കാൻ കൊണ്ടുപോകും. ആംബുലൻസിൽ പോകണൊക്കെ നമ്മൾ സാധാരണക്കാരല്ലേ, റോഡ് വഴി. അപ്പോൾ പ്രേക്ഷകരെ, ആംബുലൻസ് അത് അനങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം എല്ലാം പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ, നിങ്ങൾ തന്നെ പ്രതികരിക്കൂ, നിങ്ങൾ തന്നെ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തൂ. എനിക്ക് നമ്മൾ പ്രായമൊക്കെ ആയി, സൊല്യൂഷനൊന്നും കണ്ടെത്താൻ വഴിയില്ല. പിന്നെ കണ്ടതുകൊണ്ട് അത് ഞാൻ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ള, ഞാൻ എടുത്തിടുന്നു എന്നുള്ളേ ഉള്ളൂ. ഏകദേശം 20 മിനിറ്റായി. എനിക്ക് വയ്യ മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കാൻ. പ്രേക്ഷകർ തീരുമാനിക്കൂ, കാര്യങ്ങൾ മുന്നോട്ട് നടക്കട്ടെ. ജയ് ഭാരത്.